അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് ആ വഴിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് ചെറിയൊരു ഓഫ് റോഡാണ് ഉണ്ടായിരുന്നത്. ആ ഓഫ് റോഡ് വഴിയെല്ലാം കേടായിപ്പോയി, വെള്ളം കുത്തി ഒലിച്ച് വന്നിട്ട്. ഇങ്ങനെ ഒരു മരുഭൂമി സ്ഥലത്ത്, ചൂടുള്ള സ്ഥലത്ത് അവരിത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ ഡാമിൽ ഹയാക്കിങ്, പിന്നെ പെഡൽ ബോട്ട്സ്, ഫാമിലി ബോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. ക്ലിഫും പൂളൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഹത്ത വാലീസ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. 2 hours ഡ്രൈവ് ഉണ്ട്. ജസ്റ്റ് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. സോ വി ഓൾ ഗോയിങ് ടു ഹത്ത. ഹത്ത പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞൊരു ഡാം കണ്ടു. നമുക്ക് അവിടെ വെള്ളം ഉണ്ടോ, എന്താണ് അവിടെ അവസ്ഥ എന്ന് നോക്കി നോക്കാം. നമ്മൾ ഹത്ത പോകുന്ന വഴിക്ക് ഒരു ഡാമാണ്, മുന്നായി ബ്രേക്കർ എന്നാണ് ഈ ഡാമിൻ്റെ പേര്. ഡാമല്ല, ആക്ച്വലി ഒരു ബ്രേക്കറാണ്. ഈ മൗണ്ടൻ ഇതിൽ നിന്നെല്ലാം വരുന്ന വെള്ളം, ഇപ്പോൾ 2 ദിവസം മുന്നോടെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് മൗണ്ടൻസിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വെള്ളം ഇവിടെ വന്ന് സ്റ്റോറായി കിടക്കുന്നു. പക്ഷെ ഇതിൽ ഇറങ്ങാനോ സ്വിം ചെയ്യാനോ പാടില്ല. അവിടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ക്യാമ്പിംഗ് അലൗഡ് അല്ല. ക്യാമ്പിംഗ് എന്ന് വെച്ചാൽ നൈറ്റ് ക്യാമ്പിംഗ് അലൗഡ് അല്ല. പക്ഷെ നമുക്ക് ഇവിടെ റിഫ്രഷ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ സ്റ്റെപ്സ്, ഇങ്ങനെ പില്ലേഴ്സ് ഉണ്ട്. അതൊക്കെ വെള്ളം വരുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നടന്ന് പോകാനുള്ളൊരു സൗകര്യത്തിനാന്ന് തോന്നുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം അതിങ്ങനെ സ്റ്റെപ്പ് പോലെയായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഡാമിൻ്റെ അപ്പുറത്ത് ഉള്ളിലോട്ട് കുറച്ച് വഴി പോകുന്നുണ്ട്, ഓഫ് റോഡ് വഴി. നമ്മൾ കുറച്ച് ദൂരം പോയി നോക്കി നോക്കാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത്. ഇത് സെയിം തന്നെയാണ്, വെള്ളം കാര്യങ്ങളൊക്കെ. വേറെ ഏതൊക്കെ ആംഗിൾസ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ജസ്റ്റ് വണ്ടി നിർത്തി, സൈഡിലൂടെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് പോയി നോക്കുകയാണ് എവിടെ നിന്നാണ് ഈ വെള്ളത്തിൻ്റെ ഉത്ഭവം എന്നുള്ളത്. നമ്മൾ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഈ മലനിരകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് ഇവിടെ വന്നിട്ട് ഈ ഡാമിൽ, ഒരു കുഞ്ഞൊരു ഡാമാണ്, ഈ കുഞ്ഞൊരു ഡാമിൽ സ്റ്റോറായി കിടക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സമയത്ത് ഇതിൻ്റെ ഉത്ഭവം നോക്കുമ്പോൾ കണ്ട ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ വേറെ ഇവിടെ നിന്നും വെള്ളം വന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നെല്ലാം വെള്ളം, ഇത് ഒരു വാദിയാണ്, ഇതിലൂടെ വെള്ളം കുത്തി ഒലിച്ച് വന്ന് സ്റ്റോറായി കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ താഴെ വല്ല എന്താ പറയുക വെള്ളം ഉറവൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇതുവരെയ്ക്കും മനസ്സിലാക്കി കൊടുത്തോളം എങ്ങനെയാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു ലൊക്കേഷനാണ്, വെള്ളം ഉണ്ടെങ്കിൽ കാണാനും ഭംഗിയുണ്ട്. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മൾ മുന്നേ നിർത്തിയിരിക്കുന്ന ആ ഡാമിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം ഒലിച്ച് അവിടെ പോയി സ്റ്റോറായി കിടക്കുന്നു. ഇത് ആക്ച്വലി ഡാമല്ല, ഒരു ബ്രേക്കറാണ്. അവിടെ എഴുതി വെച്ച പോലെ ബ്രേക്കറാണ്. കാരണം വെച്ചാൽ ഇത് ഫുൾ വെള്ളം ഇവിടെ കെട്ടി നിർത്തത്തില്ല. ഒരു പരിധിക്ക് മേലെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പിൽ വേ പോലെ അങ്ങ് കയറിപ്പോവും. അങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇത് സ്പിൽ വേൻ്റെ അപ്പുറം സൈഡാണ്. അപ്പോൾ വെള്ളം അതിൻ്റെ പരിധിക്ക് മേലെ വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഒഴുകി ഈ ഒരു ഏരിയയിൽ വന്ന് കവറായി കിടക്കും.
അടുത്തൊരു ഏരിയ ആണ് വെള്ളം ക്രോസ് ചെയ്യുന്നൊരു ഏരിയ. മലേൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം സൈഡിലേക്ക് പോകാനായിട്ട്. ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴല്ല, മിക്കവാറും മഴയെല്ലാം പെയ്യുന്ന സമയത്തായിരിക്കും. പിന്നെ ഇവിടെ മൊത്തം വെള്ളം ക്രോസ് ചെയ്യുന്ന ഏരിയകൾ. അപ്പോൾ മഴ പെയ്ത് വരികയാണെങ്കിൽ എന്തായാലും റോഡിൽ ഫുള്ള് വെള്ളമായിരിക്കും. ഈ റോഡിൽ ഫുള്ളല്ല, ഈ പറഞ്ഞ ഏരിയകളിലൊക്കെ നന്ന വെള്ളമായിരിക്കും. അങ്ങനെ നമ്മുടെ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഭയങ്കര ഒരു ഇറക്കാണെന്ന് തോന്നുന്നല്ല, ഇറക്കം തന്നെയാണ്. നമ്മളങ്ങനെ അടുത്ത മലയുടെ മേലേക്ക് കയറുകയാണ്. നല്ലൊരു കയറ്റാണത്. നമ്മളൊരു മല കയറി ഇറങ്ങി അടുത്ത മലയുടെ മേലേക്ക് കയറുന്നു. അതൊക്കെ കയറി ഇറങ്ങി അവസാനം ഹത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ റോഡിലൂടെ പോകുന്നത്. നമ്മൾ സാധാരണ പോകുന്ന അപ്പുറത്ത് മെയിൻ റോഡുണ്ട്, ആ റോഡ് വഴിയാണ് പോകുന്നത്. ഇതിപ്പോൾ ഒരു വില്ലേജും മലകളിലൂടെയൊക്കെയാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മളങ്ങനെ ഹത്തയിലേക്ക് എത്തി. ഇനി ഹത്തയിൽ നമ്മൾ ഹത്ത ഡാമും കാര്യങ്ങളൊന്നുമല്ല ഇപ്രാവശ്യം കാണാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹത്തേൻ്റെ കുറച്ച് ഇന്നർ ഏരിയയിൽ കുറച്ച് ക്ലിഫും പൂളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയില്ല ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഏകദേശം ഒന്ന് പോയി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒമാൻ 10 കിലോമീറ്റേഴ്സ്. ഈ റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഒമാനിലേക്ക് എത്തും. അവിടെ ഇരിക്കുന്നൊരു 10 കിലോമീറ്റർ ഇല്ലല്ലോ അങ്ങോട്ട് ബോർഡറിലേക്ക്. ദുബായ് UAE ഒമാൻ ബോർഡറാണ്. അതായത് ഹത്ത, ദുബായിലെ ഹത്ത ഒമാൻ ബോർഡർ. ഇതാണോ ലൊക്കേഷൻ എന്ന് അറിയില്ല, പോയി നോക്കി നോക്കട്ടെ. ഇവിടെ ഒരു സൈൻ ബോർഡെല്ലാം കാണുന്നുണ്ട്. सिर्फ कॉफी शॉप और बाइक शॉप ओपन है बिजनेस के लिए, बाकी सारी प्रॉपर्टी क्लोज है सीजन ऑफ है. My friend, one more thing. When there is a signboard Hatta on the top of hill, no? Yeah. How to truck there? From hiking. From which area? Hiking start from here. From here only? Yeah, from our side. Okay. Outside the coffee shop we have map. So you can follow the map and you can do the hiking. How many kilometers from that one? How many kilometers from Washington DC to Miami Beach? 35 kilometers, 35 Kilometers and kilometers. No, kilometer. The hiking track. And this signage is after half hour you will be there. Okay. After half an hour we'll reach the signage. But that also from here? Yeah. Hiking start from our place. And only hiking, biking and coffee shop open for the business. Another all properties closed. Okay. First of all properties open. ഇപ്പോൾ നമ്മൾ ദുബായ് ഒമാൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഉള്ളിലോട്ട് റോഡ് കിട്ടിയിട്ടുണ്ട്. ഈ മലകളുടെ സൈഡിലേക്ക് പോകുന്ന റോഡായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് മാത്രമുള്ള ആ റോഡിലൂടെ നമ്മൾ മുന്നൊരു സ്ഥലത്ത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രോപ്പറായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലം. പക്ഷേ അത് അവർ പാർഷ്യലി ക്ലോസ്ഡ് ആണ്. ഒക്ടോബറിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഹൈക്കിങ്ങും ബൈക്കിങ്ങും മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അത് വേണ്ടെന്ന് വെച്ച് ഈ സൈഡിലോട്ടൊന്ന് നോക്കുന്നതാണ്, എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നതാണ്. എത്രത്തോളം ഈ റോഡ് പോകുന്നത് നോക്കാം. ഈ റോഡിൻ്റെ അറ്റത്ത് എന്തൊക്കെയാണ് കാഴ്ചകൾ ഉള്ളതെന്ന് നോക്കി നോക്കാം. ഇവിടെ ഇതൊക്കെ ഈ മരങ്ങളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. വെച്ച് പിടിപ്പിച്ചിട്ട് മരത്തിൻ്റെ താഴെയൊക്കെ ഒരു പൈപ്പ് ലൈൻ ഇട്ടിട്ട് വെള്ളം നനയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവർ അത്രയും മരങ്ങളെയും ചെടികളെയും സ്നേഹിക്കുന്നുണ്ട്, അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു മരുഭൂമി സ്ഥലത്ത്, ചൂടുള്ള സ്ഥലത്ത് അവരിത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓരോ മരങ്ങളും വെച്ച് പിടിപ്പിച്ച് അതിന് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ ഇറിഗേഷൻ ഫെസിലിറ്റി അടക്കം ഒരു പൈപ്പ് ലൈൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്.
ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് ആ വഴിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് ചെറിയൊരു ഓഫ് റോഡാണ് ഉണ്ടായിരുന്നത്. ആ ഓഫ് റോഡ് വഴിയെല്ലാം കേടായിപ്പോയി, വെള്ളം കുത്തി ഒലിച്ച് വന്നിട്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നടന്ന് നോക്കുകയാണ്. അങ്ങ് കുറച്ച് നടക്കാണ്ടെന്നാണ് പറഞ്ഞതിന് മേലേക്ക് നടന്നിട്ട് കുറച്ച് കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം അവിടെ എന്തുള്ളതാണ്. ഇതാണ് മഴ പെയ്ത് കുത്തി ഒലിച്ച് വെള്ളം വന്നിട്ട് റോഡ് കേടായിപ്പോയി. അതൊക്കെ മൊത്തം കല്ലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അത് അവിടുന്ന് ആ വരുന്ന റോഡാണ് ആക്ച്വലി. ആ റോഡ് ഇങ്ങനെ വന്ന് എങ്ങും മേലോട്ട് കയറി പോകേണ്ടതായിരുന്നു. ഇതാണ് ഹത്ത ഹിൽസ്. ഹത്ത ഹിൽസിൻ്റെ താഴ്വാരത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം കയറ്റുണ്ട്. നമുക്ക് വണ്ടി എടുത്താലും നമ്മുടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് കയറാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിനെ ആയിരിക്കും. കാരണം വെച്ചാൽ മഴ പെയ്ത് ഇവിടെയും റോഡെല്ലാം മോശമായിട്ട് തന്നെ കിടക്കണം. റിസ്ക് ആയിരിക്കും ഇങ്ങോട്ട് വണ്ടി കയറി വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ ട്രക്കിംഗ് റൂട്ട് തന്നെയാണ് നോക്കി നടക്കണം. കണ്ട ഇവിടെ ബ്ലൂ കളറ് ഏരോ മാർക്ക് ഇട്ടിട്ട് അതിൽ കൂടെ ഈസി ആയിട്ട് വേറെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ട്രക്കിംഗ് റൂട്ട് നോക്കിയ കാരണമാണ്. അപ്പുറത്ത് കൂടെ ആണെങ്കിൽ സുഖമായിട്ട് നടന്നു വരാം. അവർ അതിലൂടെ നടന്ന് ഷോർട്ട് കട്ട് എടുത്ത് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും ട്രക്കിങ്ങിൻ്റെ റൂട്ട് വഴി തന്നെ ഇപ്പോൾ ഒന്നുമില്ല. അപ്പുറം പാരലായിട്ടുള്ള വഴി തന്നെ. അപ്പുറത്ത് ആക്ച്വലി വണ്ടി പോകുന്ന വഴിയായിരുന്നു അത്. ഇത് അതിൻ്റെ പുറത്ത് കൂടെ തന്നെ ആ വണ്ടി പോകുന്ന വഴിയുടെ പാരലായിട്ടുള്ള വഴി. കുട്ടാ വാ വാ വാ, സ്പീഡ് കൂട്ടണ്ട, പതുക്കെ നടന്നാൽ മതി. സ്പീഡ് കൂടുമ്പോൾ ടയേർഡാവും. പതുക്കെ നടന്നു പോന്നാൽ മതി. നമ്മൾ ട്രക്കിംഗ് റൂട്ട് നോക്കി പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. നമുക്ക് എത്രയും പെട്ടെന്ന് ഷോർട്ട് കട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അവർ ഷോർട്ട് കട്ടെല്ലാം നോക്കി വണ്ടി പോകുന്ന വഴിയായിരുന്നു. വണ്ടിയൊന്നും വരില്ല. അപ്പോൾ അതെ ഇത് കൂടിയും ട്രക്കിംഗ് ഉണ്ട്. ഇവിടെ ബ്ലൂ കളറിൽ. അങ്ങനെ നമ്മളിവിടെ ഫൈനലി നമ്മൾ വെള്ളം കണ്ടെത്തിയിരിക്കുകയാണ്. വാ, സൂപ്പർ. നമ്മുടെ മലയുടെ മേലെ ഒരു കുഞ്ഞ് തടാകം. ഇത് ആക്ച്വലി ഈ കാണുന്ന ലേക്ക് നാച്ചുറലല്ല, ആർട്ടിഫിഷ്യലാണ്. കാരണം എന്ന് വെച്ചാൽ താഴെ ഷീറ്റെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതിന് മേലെ ഒരു സ്പോട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് വണ്ടി ഓടിച്ചു വരികയാണെങ്കിൽ അങ്ങനെ അതിലൂടെ ഓടിച്ചു വന്ന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നൈറ്റിൽ ക്യാമ്പിങ്ങോ ബാർബിക്യൂ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ആക്ച്വലി ഈ സ്പോട്ട് ഒരു മലയുടെ മേലെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചുറ്റും മലയാണ്. ചുറ്റും മലയാണ്. അതിൻ്റെ ടോപ്പിൽ കുഞ്ഞൊരു ലേക്ക് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ അധികം ദൂരം നടക്കേണ്ടി വന്നില്ല. അവിടെ കുറച്ച് ദൂരം തന്നെ നടക്കേണ്ടി വന്നുള്ളൂ. വണ്ടി എടുത്ത് പണ്ടത്തെ റോഡാണെങ്കിൽ ഇതുവരയ്ക്കും വണ്ടി കയറി വന്നാൽ നമ്മളിതിന് ചുറ്റും പോയി നോക്കിയ പോട്ടെ. ഇവിടെ ആക്ച്വലി ഇത്തിരി റിസ്ക്കാണ്. കുട്ട ശ്രദ്ധിക്കണേ, അടിക്കണ്ട. ഓക്കെ, ഇവിടെ അടിക്കി കൂട്ടാം. ഇവിടെ കൊള്ളാം കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാനായിട്ട് ഇപ്പം മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മരങ്ങളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അങ്ങനെ ഇപ്പോൾ തന്നെ നല്ല തണലുണ്ട്. പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ സമ്മർ സീസൺ ആണെങ്കിലും ഹത്തയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂൾ വിൻഡ് ആയിരിക്കും ഇവിടെ വരുന്നത്. നമുക്ക് ഒട്ടും ക്ഷീണം തോന്നില്ല. നമ്മൾ നടക്കുന്നതും വെയിലത്ത് നടക്കുന്നതിന് ക്ഷീണം ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് സാധാരണ പുറത്തുകൂടെ നടക്കുന്നൊരു ക്ഷീണം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒട്ടും ചൂടോ അല്ലെങ്കിൽ ടയർഡ്നെസ് തോന്നുന്നില്ല. കാരണം നല്ല ഷെയ്ഡാണ് മരങ്ങളുടെ.
നല്ല കാറ്റ്, നല്ല തണുത്ത ബ്രീസ്. ഓ സൂപ്പർ, അടിപൊളി. ഹജാർ മൗണ്ടൻസ്. ആക്ച്വലി ഈ മൗണ്ടൻസ് UAEയും ഒമാനും പങ്കിടുന്ന മൗണ്ടൻസ് ആണ്. കാരണം ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒമാനാണ്, നമ്മളിപ്പോൾ ഇപ്പുറത്ത് UAEയിലാണ് നിൽക്കുന്നത്. ഇതാണ് മൗണ്ടൻ ട്രക്കിംഗ് എന്ന് പറയുന്നത്. 5 കിലോമീറ്റേഴ്സ് ആയിരുന്നു പാപ്പ പ്ലാൻ ചെയ്തിരുന്നത്. ഇതിപ്പോൾ പോയിട്ടൊരു 1 കിലോമീറ്റർ പോലും ആയിട്ടില്ല. അപ്പോഴേക്കും നീ പറയുന്നത് മടുത്തു എന്നോ? അതെ, ഈ ബ്ലൂ കല്ല് വേണ്ട ആവശ്യമാ. ഇതാണ് നമ്മുടെ വഴികാട്ടി. മുള്ളാണ്, ഷൂവിലടക്കം കുത്തി കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ലേക്ക്, ഇത് കുറച്ചുകൂടി വലിയ ലേക്കാണ്. നമ്മൾ വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം ഓഫ് റോഡ് കയറി വന്നത് വെറുതെ ആയില്ല. ആർട്ടിഫിഷ്യലാണെങ്കിലും നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഇവിടെ ട്രക്കിംഗ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇങ്ങനെ ഹൈക്കിങ് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ 35 കിലോമീറ്റേഴ്സിനുള്ള ട്രക്കിംഗ് പാത്ത് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടാണ് ഇവിടുന്ന് ലോക്കലായിട്ട് അറിഞ്ഞ ഇൻഫർമേഷൻ. 35 കിലോമീറ്റേഴ്സ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. കാരണം പക്ഷേ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എവിടെയാണോ വണ്ടി കിടക്കുന്നത് അവിടേക്ക് എത്തണം. അല്ലെങ്കിൽ വണ്ടി നമ്മൾ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടേക്ക് വണ്ടി എത്തിക്കണം. അപ്പോൾ ഇങ്ങനൊരു കൺസേൺ ഉണ്ട്. നമ്മുടെ വണ്ടി ഇതേ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഷോർട്ട് കട്ടൊന്നുമില്ല. കാരണം ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ള സംഭവം. ഇവിടുന്ന് ചാടാൻ പറ്റില്ല. അവരങ്ങോട്ട് വണ്ടിയുടെ അവിടേക്ക് എത്തിയിട്ടില്ല. അവരങ്ങ് നടന്ന് പോകുന്നുള്ളൂ. അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ കുറേ ഉൾപ്രദേശത്ത് പോയിട്ട് ഫാമിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടേ. ഏകദേശമൊക്കെ അതേപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇതിവിടെ അത്രയും ഉള്ളിലോട്ടല്ല. ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാൽ ടൗൺ എത്തി. പിന്നെ ഇത് മരുഭൂമിയല്ല, ഹിൽ വാലീസാണ്. അപ്പോൾ കമ്പയർ ടു ഡെസേർട്ട് ഇവിടെ കുറച്ചും കൂടി തണുപ്പായിരിക്കും. അറബിക്കഥ എന്നുള്ള സിനിമയിൽ എങ്ങനെ വെച്ചാൽ ഫുൾ മരുഭൂമിൻ്റെ നടുക്കായിരുന്നു അത് കാണിച്ചിരുന്നത്. ഓക്കെ, ഇവിടെ ഒക്കെ ഫാമുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഫാമാണ്. ഇതും വേറൊരു ഫാമാണ് ഈ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തും വേറെ കുട്ടി കുട്ടി ഫാമുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഷെഡുകളൊക്കെ ഓരോരോ ഫാമാണ്. ഒരു കുഞ്ഞ് ഫാമാണ്. പശു, ആടുണ്ട്. അതിനുള്ള വൈക്കോല് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ലൊക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. നമ്മുടെ ഫ്രണ്ടിലൊരു വഴി കാണുന്നുണ്ട്. ആ വഴിയിലൂടെ വണ്ടി പോകുന്നു. ലെഫ്റ്റ് സൈഡിൽ ഈത്തപ്പഴം പനന്തോട്ടമുണ്ട്. റൈറ്റ് സൈഡിൽ അതിനെ തോന്നുന്നു. ഇതെന്താണ് എവിടെ പോയി നിൽക്കുന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം. കുറേ ദൂരേന്ന് കുറച്ച് വെള്ളം അവിടെ കണ്ടിട്ടുണ്ട്. ഒരു ഏരിയ ഫുള്ള് വെള്ളം കവർ ചെയ്ത് കിടക്കുന്നത്. ആ ഏരിയക്ക് ഇത് എത്തുമെന്ന് എനിക്കറിയില്ല. നോക്കി നോക്കാം. ഇതാണ് ഞാൻ അവിടെ ദൂരേന്ന് കണ്ട വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം. പക്ഷെ ഇവിടേക്ക് വണ്ടി എത്രത്തോളം ദൂരം കടക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ഫ്രണ്ടിൽ വിശാലമായ ഒരു ലേക്ക് കാണുന്നുണ്ട്. വണ്ടി എങ്ങനെയൊക്കെയോ ഓഫ് റോഡ് ഇറങ്ങി വരുന്നുണ്ട്. തിരിച്ച് കയറാൻ പറ്റുമെന്നുള്ളതാണ് സംശയം.
നമ്മളങ്ങനെ വണ്ടി ഇവിടെ നിർത്തി ഇറങ്ങി നോക്കിയ പോട്ടെ. പിള്ളേർക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ളത്. നല്ല വെയിലുണ്ട്. സമയം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. നമ്മൾ ഓരോ ലൊക്കേഷനും കവർ ചെയ്ത് വരുമ്പോഴൊക്കെ ലേറ്റായി. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പാടത്തൊക്കെ വെള്ളം കയറി കിടക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങാണ്. വേണ്ട, ഇവിടെ ഇങ്ങനെ ചതുപ്പ് കയറി ഏതൊക്കെ വണ്ടികൾ ഈ വെള്ളത്തേക്കൊക്കെ ഇറക്കിയിട്ടുണ്ടോന്ന്. വെള്ളത്തേക്ക് ഇറങ്ങാണ്ട് കുഴപ്പമൊന്നുമില്ല, ആഴമൊന്നുമില്ല, നല്ല വെള്ളം തന്നെയാണ്. മഴ പെയ്ത് വെള്ളം വന്ന് കിടക്കുന്നതാണ്. പക്ഷെ ചെളിയായിരിക്കും, ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിൽ മൊത്തം ചെളി കയറുന്ന പോലെയാണ്. ആ കാണുന്നതാണ് ഹത്ത മൗണ്ടൻസ്. അത് എഴുതിയിരിക്കുന്ന ഹത്താന്ന് എഴുതിയിരിക്കുന്നതിലാണ് നേരത്തെ പറഞ്ഞ പോലെ ട്രക്കിംഗ് ഒന്ന് എൻഡ് ചെയ്യുന്നത്. നടന്ന് അതിന് മേലെ എത്താൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയോ മൗണ്ടൻ ക്ലിഫ്സിൽ വാട്ടർ പൂൾസ് ഉണ്ട്. പക്ഷെ അങ്ങ് നടന്ന് പോകണം. എത്ര 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ നടക്കണം. അറിയില്ല അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിള്ളേരൊക്കെ ആയിട്ട് പോകാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ചൂട് കാലത്ത്. തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? അപ്പോൾ ഫിഷിനെ വിളിച്ചു നോക്കിയേ. ഫിഷ് എവിടെ പോയി? ഫിഷിനെ കാണാനില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനും പോവാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് ഓക്കെ കയറ്. ഇവിടെ എന്തോ ഒരു സൈൻ ബോർഡ് വരുന്നുണ്ട്. നോക്കി നോക്കാം എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ. ട്രക്കിങ്ങിൻ്റെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, അത് മനസ്സിലായി. പിന്നെ ഹത്ത ഹൈക്കിംഗ് ട്രയൽസ്. ഇവിടെ ഒന്ന് നോക്കി നോക്കാം അതെന്തൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മളത് ഹൈക്കിംഗ് ട്രയൽസിൻ്റെ ഒരു ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. വ്യൂ പോയിൻറ്റ്, ഹെറിറ്റേജ് സൈറ്റ്, ക്യാമ്പിംഗ് ഏരിയ, വാദി പൂൾസ്. ഇതാണ് നമുക്ക് ആവശ്യം. വാദി പൂൾസ്, പ്ലേ ഗ്രൗണ്ട്, ബാത്റൂം, കഫേ, ബൈക്കിംഗ് ടൂൾസ്, ഇൻഫർമേഷൻ, പാർക്കിംഗ് സെൻറ്റേഴ്സ്, എലിവേഷൻസ്. ഇത് നമ്മൾ മുന്നത്തെ അവിടെ മലയുടെ മേലെ കയറുമ്പോൾ ബ്ലൂ കളറുള്ള കല്ല് കണ്ടിരുന്നല്ലേ, ആ ഏരിയ ആണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കണ പോകുന്നത് കേട്ടോ. അത് കുറച്ച് ബ്ലൂ കളർ കാണിക്കുന്നുണ്ട്, റെഡ്, ബ്ലാക്ക്, അങ്ങനെ 32.6 കിലോമീറ്റേഴ്സാണ്. 35 അല്ല, മുന്നേ ഞാൻ 35 എന്നാണ് പറയുന്നത്, 35 അല്ല, 32.6 കിലോമീറ്റേഴ്സാണ് ഇവിടെ ഹൈക്കിംഗ് ട്രയൽസ്, ട്രക്കിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഓരോരോ ഏരിയ ഉണ്ട് കണ്ടോ. നാച്ചുറൽ റിസർവ്, ഹൈക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, വാദി ഹബ്ബ് അങ്ങോട്ട്. പിന്നെ ഇവിടെ ഓക്കെ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ട്രയൽസ്. അപ്പോൾ നമ്മൾ ബ്ലൂവിലാണ് പോയിരുന്നത്. ബ്ലൂ മോഡറേറ്റ് ട്രയൽസ് ആണ്. റെഡ് ആണെങ്കിൽ ഡിഫിക്കൽട്ട് ട്രയൽസ്, ബ്ലാക്ക് ആണെങ്കിൽ സെവിയർ ട്രയൽസ്. യു ആർ ഹിയർ. നമ്മൾ ഈ അടുത്ത ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഹത്തയിലുള്ള സ്വാൻ ലേക്ക് എന്ന ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയതാണ് സ്വാൻ ലേക്ക്. ഓക്കെ, അവിടെ പോയി നോക്കി നോക്കാം അവിടെ എന്തൊക്കെയല്ലേ എന്നുള്ളത്. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം സ്വാൻ ലേക്കിനവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളമുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ലെഫ്റ്റ് സൈഡിൽ വെള്ളമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വെള്ളം കെട്ടി നിർത്തി വന്ന് ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ഓഫ് ചെയ്ത് അപ്പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ഓടിച്ച് പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാവും വെള്ളത്തിന് മേലെ കൂടെ. മഴ പെയ്ത് ഒരു ദിവസം 2 ദിവസം തന്നെ എത്തണം. നമുക്ക് എന്തായാലും നമ്മളതിൻ്റെ മേലെ കയറി നോക്കട്ടെ. ഭയങ്കര കയറ്റാണ്. വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് മേലെ എത്തിയിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റിലോട്ടെല്ലാം കൊണ്ടായിരുന്നു.
ലേക്ക്. ഇവിടെ നമ്മൾ ആ കാണുന്ന ബ്രിഡ്ജാണ് ഓവർഫ്ലോ ആയിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രിഡ്ജ് കൂടെയാണ് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് വന്നത്. സാൻഡ് ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ സ്റ്റെപ്സും കിടക്കുന്ന അവിടെ എന്തോ ഒരു കൃഷി ഇട്ടാണോ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങും, അല്ലെങ്കിൽ അവിടെ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് വരാം. നമ്മുടെ കയറി വന്നപ്പോൾ വേണ്ട മുന്തിരി വള്ളികളെല്ലാം തൂങ്ങി കിടക്കുന്നുണ്ട്. മുന്നേ നമ്മൾ ഈത്തപ്പഴ തോട്ടം കണ്ടിട്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ ഈത്തപ്പഴം കാഴ്ച നിൽക്കുന്നുണ്ട്. താഴെ ചുവന്ന കളറ്. ഇത് ആദ്യം ഗ്രീനാവും, പിന്നെ യെല്ലോ ആയിരിക്കും, പിന്നെ റെഡ് ആവും, പിന്നെ ബ്രൗൺ ആവും. അതെ, ബ്രൗൺ പിന്നെ റെഡ്. അതായത് ഇപ്പോൾ ഗ്രീനിൽ നിന്ന് യെല്ലോ ആയ ഈത്തപ്പഴം കാഴ്ച നിൽക്കണം. ഇവിടെ ഒരു പൂച്ചക്കുട്ടി. ഇതിലെല്ലാം യെല്ലോ ആണ്. ഇതിൽ കണ്ടോ, ഇതിലിപ്പോൾ റെഡ് വന്നു. റെഡിൽ കുറച്ചൊക്കെ ഇതേ ബ്രൗണായി ബ്ലാക്ക് കളറായിട്ടുള്ള ഈത്തപ്പഴമുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ആണ് ഒരെണ്ണം ഞാനും പൊട്ടിച്ച് നോക്കട്ടെ. പൊട്ടിച്ച് ഇന്ന് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്, ടേസ്റ്റ് ഉണ്ടോ നോക്കാം. സൂപ്പർ. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കി നോക്കാം. ഇത് പഴുത്ത് വരും. ഇതിനൊരു ചവർപ്പായിരിക്കും, ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും. ഈ മരത്തിൻ്റെ മേലെ കണ്ട കിളിക്കൂട് കണ്ട, മരത്തിൻ്റെ മേലൊരു കിളിക്കൂട്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറുന്നില്ല. നമ്മളോടൊന്ന് തിരിച്ചിറങ്ങാണ്. പക്ഷേ നല്ല രസമുണ്ട് ലൊക്കേഷൻ, നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു ബോൾ അതിന് മേലെ നിൽക്കുന്നുണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്, നമ്മൾ വണ്ടിക്ക് കയറുകയാണ്. സ്വാൻ ലേക്കിൽ ഇപ്പോൾ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കവർ ചെയ്ത് ബ്രിഡ്ജ് കവർ ചെയ്ത് അപ്പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്ത് പോകുമെന്ന് കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ നേരത്തെ നിന്നിരുന്ന സ്വാൻ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡായിരുന്നു. ഇപ്പോൾ ആ വരുന്ന ബ്രിഡ്ജ്, നേരത്തെ പറഞ്ഞാൽ വെള്ളം വരുവാണെങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ബ്രിഡ്ജ് കവർ ചെയ്തിട്ട് വെള്ളം ഇപ്പുറത്തേക്ക് ഓവർഫ്ലോ വരും. അങ്ങനെ ഓവർഫ്ലോ നിന്ന് വെള്ളം പോകുന്ന ഒരു ഏരിയയാണത്. മഴക്കാലത്തൊക്കെ ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരിക്കും. ഞങ്ങൾ ഓഫ് റോഡ് പോകുന്ന വഴിക്ക് ഒരു മൗണ്ടൻ കണ്ടു. മൗണ്ടനിൽ ഒരു ചെറിയ ഹില്ല്, ഒരു റോക്കി ഹില്ല്. അപ്പോൾ അതിൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ടപ്പോഴാണ് വണ്ടി നിർത്തിയത്. ഇത് നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ബ്ലാക്കിഷ് ഗ്രേ കളറാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തും തോറും ഒരു ഗ്രേ യെല്ലോയിഷ്, ഒരു ലൈറ്റ് കളർ പോലെ, യെല്ലോയിഷ് അല്ല, ഒരു ലൈറ്റ് കളർ പോലെ. അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് മുന്നോട്ട് എത്തുമ്പോൾ ഇത് കണ്ടോ, കളർ കംപ്ലീറ്റ് മാറി. നിങ്ങൾ ആദ്യം ദൂരെ നിന്ന് ഇങ്ങനെ കുറേ മൗണ്ടൻസ് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു മൗണ്ടൻസിൻ്റെ മേലെ പെയിൻ്റ് അടിച്ചായിരിക്കുന്നു. പക്ഷെ ഇത് പെയിൻ്റ് അടിച്ചതല്ല. ഈ മൗണ്ടൻ്റെ ചില ഏരിയകളിൽ കളർ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ സൈഡിലേക്ക് വരുമ്പോൾ കളർ മാറി. ഇത് നല്ലൊരു പ്രത്യേകതയാണ്. അത് കാരണം ഈ കളറുള്ള ഭാഗമൊക്കെ ആരൊക്കെയോ പൊട്ടിച്ച് കൊണ്ടുപോയി പോയിട്ടുണ്ട്. കണ്ടോ, അതൊക്കെ ചെത്തി പോയിരിക്കണം. ഇത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിപ്പോയി. കണ്ടോ, അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഹില്ലിൻ്റെ ഈ സൈഡിലേക്ക് വരും തോറും ഇതിൻ്റെ കളറ് ബ്ലാക്ക് കളറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത് ഡാം കാണാനായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഡാം അവിടെ റഷ് ഉണ്ടോ അവിടെ, റഷ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഡാം. സ്കിപ്പ് ചെയ്ത് തിരിച്ച് വേറെ ലൊക്കേഷൻസ് നോക്കും. എന്തായാലും അവിടെ പോയി നോക്കട്ടെ.
നിർത്താനുള്ളൊരു ഗേറ്റാണ്. നമ്മുടെ അത്ത ഡാമിൽ പാർക്കിംഗ് താഴെയാണ്. അത് ആക്ച്വലി മേലേക്ക് നടന്നു കാരണം ഫാമിലി ഒക്കെ ആണെങ്കിൽ അവർ നമുക്ക് മേലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് അവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്ത് താഴെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ നമുക്ക് വണ്ടി എടുത്ത് അങ്ങ് പോകായിരുന്നു. ഡാമിൻ്റെ മേലേക്കൂടെ കയറി അപ്പുറത്ത് കൊണ്ടേ പാർക്ക് ചെയ്യാം. അന്നൊന്നും ഇത്ര റഷ് ഉണ്ടായിരുന്നില്ല അവിടെ തുടക്കത്തിലൊക്കെ. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് മേലേക്ക് നടന്നു പോകും. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി റഷ് കൂടും. ഇപ്പോൾ സമയം 3 മണി ആയിട്ടത്. ഒരു 4 മണി 5 മണി ആയി കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. പാർക്കിംഗ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങും. നമ്മുടെ വണ്ടി അങ്ങനെ ദൂരെ കിടക്കുന്നുണ്ട്. നമ്മൾ നടന്ന് കയറട്ടെ. മേലേക്ക് കയറാനായിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ സ്റ്റെപ്സ് ഉണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടെ റോഡിൻ്റെ സൈഡിൽ നടക്കണമെങ്കിൽ അത് നടക്കും. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നതായിട്ട് തോന്നുന്നു. അത്യാവശ്യം വലിയ കയറ്റം കേട്ടോ. നടന്ന് കയറാനായിട്ട് കുറച്ച് പാടുപെടും. അങ്ങനെ ഇതിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. അയ്യോ, മാസ്ക് കൊണ്ട് വയ്ക്കുമ്പോൾ ആകെ ടയർഡാണ്. പിന്നെ ചൂടും നോക്കുകയാണെങ്കിൽ ഉണ്ടോ ഈ താഴെ നിന്ന് ഇത്രയും ദൂരം കയറി വരേണ്ടതായിട്ടുണ്ട്. ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ ഡാമിൽ ഹയാക്കിങ് പിന്നെ പെഡൽ ബോട്ട്സ് ഫാമിലി ബോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. ഓരോ ആക്ടിവിറ്റീൻ്റെയും പ്രൈസിങ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. റഷാണ് ടിക്കറ്റ് കൗണ്ടറിൽ. മുന്നേ നമുക്ക് ഈ റൂട്ടിലൂടെയൊക്കെ ഒരു വണ്ടി കയറ്റി വിട്ടായിരുന്നു. അങ്ങ് അറ്റം വരയ്ക്കും പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ റഷ് കൂടിയോണ്ടും സേഫ്റ്റി മെഷേഴ്സിനാലും താഴെയാണ് പാർക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാമിലിനോട് ഡ്രോപ്പ് ചെയ്ത് താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മേലെ കയറി വരണം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഇവിടുത്തെ ഡാമിലെ വെള്ളവും പിന്നെ ചുറ്റുമുള്ള മൗണ്ടൻസും. ഇപ്പോൾ മൗണ്ടൻസിൻ്റെ എഡ്ജസിൽ നോക്കുകയാണെങ്കിൽ യെല്ലോ ലൈൻസ് കാണും. ക്യാമറയിൽ കാണണ്ടോയെന്ന് അറിയില്ല. അതെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ബോട്ട് കൊണ്ടുപോകരുത്. കാരണം ഷാർപ്പ് റോക്കിന് എഡ്ജസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ബോട്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ബോട്ട് ചിലപ്പോൾ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു ഫ്ലോട്ടിംഗ് ലൈൻ ഇട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ ഏരിയയിലും നല്ല ദൂരെ വരയ്ക്ക് നമുക്ക് ബോട്ട് പെഡൽ ചെയ്ത് പോവാം. ഇവിടെ ഒരു ഇലക്ട്രിസിറ്റിൻ്റെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. അപ്പം വാട്ടർ പവർ ഹൗസ് അപ്പം നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണത്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മേലേക്ക് നടന്ന് കയറി എത്തുമ്പോഴാണ് ഇവിടെ ഈ ഡാമിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 49 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. പിള്ളേരെല്ലാം എക്സോസ്റ്റഡായി. മൂച്ചുമ്മൊക്കെ വേണ്ട, മൂച്ചുമ്മൊക്കെ ചുവന്ന തക്കാളിപ്പഴം പോരെ, അത്രയധികം ടെമ്പറേച്ചറായിപ്പോയി. 49 ഡിഗ്രിയാണ് കാണിക്കണേ ടെമ്പറേച്ചർ. ഹത്ത ഡേ ട്രിപ്പ് കംപ്ലീറ്റഡ് അല്ലേ? ഇനി അടുത്ത പോയിന്റ് സൂപ്പർ മച്ചാനത് ഒരു കളിയാ.